പോകുന്ന റെസിപ്പി പാൽ കപ്പയുടെ റെസിപ്പിയാണ്. ഇത് ഒരുപാട് രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനു വേണ്ടി ഞാനിവിടെ 2 ചെറിയ കപ്പ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഇതൊരു 1/2 മുറി തേങ്ങേന്റെ പാലാണ്. ഇത് ഒന്നാം പാലൊന്നുമില്ല, നല്ല വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള പാലാണിത്. 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ വേണം. പിന്നെ ചിലർ ഇതിന്റെ കൂടെ ഒരു നുള്ളി ജീരകം പൊടിച്ചത് ചേർക്കും. നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇതിലേക്ക് ജീരകം ഒന്നും ചേർക്കുന്നില്ല. പാകത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്ക് പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കപ്പ 3/4 വേവ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളയണം. നമുക്കിതൊന്ന് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് കപ്പ ഇടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് വെന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം. ഇതിപ്പോ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഊറ്റിയെടുത്തിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ 3/4 വേവേ ആയിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് മുഴുവനായിട്ട് വേവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. ഇത് തിളച്ചിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ഞാൻ തന്നെ മോളൊന്ന് നോക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് ഒന്നായിട്ട് തിളച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് അടച്ചു കൊടുക്കേണ്ടത്, പകുതിയാക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇടക്കിടക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിങ്ങനെ വെന്ത് വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നല്ല വേവുള്ള കപ്പയാണെങ്കിൽ നിങ്ങൾ 3/4 വേവ് ആയതിനു ശേഷം ഇതിനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്.
ഇതിലൊഴിച്ച തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. കാരണം ഇത് കപ്പയും തേങ്ങാപ്പാലും കൂടെ ആയതുകൊണ്ട് ഇരിക്കുന്നിടത്തോളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പം നല്ല കട്ടിയായാലും നമുക്കിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. നമുക്ക് കപ്പ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റി പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിയുന്നത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ വേണം വറവിട്ടെടുക്കാൻ. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാൽ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ മത്തി പൊരിച്ചതിന്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇത് മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.